ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുന്ന ഓരോ ജഗപുകയിലായിരിക്കില്ലേ. നമുക്ക് ഇന്നത്തെ നമ്മൾ വീഡിയോ നോമ്പ് തുറ വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് റമദാൻ വ്ളോഗാണ്. അപ്പം ഒന്നുമില്ല, അറിയാമല്ലോ. ഇപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് നോമ്പെടുക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, തളർച്ച, ക്ഷീണം അല്ലെങ്കിലും ഉണ്ടാവും. എനിക്കങ്ങനെ കേട്ടോ. എനിക്ക് എടുത്ത് കുറച്ചൊരു 5-6 എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആക്റ്റീവാണ്. അങ്ങനെ എൻ്റെത് കേട്ടോ. എല്ലാവരും അങ്ങനെ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് ഏതായാലും കുറച്ചൊരു ഭയങ്കര തലവേദന അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ആകെ ആദ്യം മുതൽക്കേ മൈഗ്രെയിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ഈ വിശപ്പ്, ഉറക്ക് അതൊന്നും കറക്റ്റ് ആയില്ലെങ്കിൽ ഭയങ്കര തലവേദന ആയിക്കോട്ടോ. ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട്, ആ വിശപ്പിൻ്റെ ഒരു ഇതുണ്ടാവില്ല, അത് വരുമ്പോൾ ഒരു തലവേദന. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു തലവേദന ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളും ഓലും കൂടി മാനേജ് ചെയ്യണമല്ലോ. പിന്നെ മുത്തിന് നിന്ന് നോമ്പ് എടുത്തിക്കണം കേട്ടോ. പിന്നെ എനിക്ക് ഫുഡ് റെഡിയാക്കണം. ഫുഡ് റെഡിയാക്കല്ല, തലേന്ന് ഉണ്ടാക്കി ചോറൊക്കെ ഉണ്ടെങ്കിൽ ഓല ഭക്ഷണം കഴിപ്പിക്കണം. പിന്നെ ദുആൻ്റെ അറിയാലോ. അങ്ങനെ ഒരുപാട് പണികളും ഉണ്ടാവുമ്പോൾ എന്താ പറയുക, നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ടയേർഡാവും കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മളിതാ പത്തിരിയും ബീഫ് കറിയും കുറച്ച് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കണം വിചാരിക്കുന്നത്, നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അങ്ങനെ ഇതാ നോമ്പും വന്നെത്തില്ലേ. അപ്പം ഇന്ന് നമുക്ക് ഉണ്ടാക്കുന്ന വിഭവം എന്ന് പറയാൻ പത്തിരിയും. സാധാരണ നോമ്പിന് എന്തായാലും പത്തിരി മസ്റ്റാണ്. ഏതായാലും അതുണ്ട്. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് എന്നും വീട്ടിലുണ്ടാവും, എല്ലാ നോമ്പിനും ഉണ്ടാക്കുന്ന കേട്ടോ പൂളക്കറി. എല്ലാവരും വീട്ടിലും അങ്ങനെ ഉണ്ടാക്കലുണ്ടോ എന്നറിയില്ല. പൂളയും വാഴക്കല്ലേ, പച്ചവാഴക്ക, അതൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒക്കെ അരച്ചിട്ട് വെക്കുന്ന ഒരു കറി വെക്കലുണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമാണ്. ഇവിടെ എല്ലാവർക്കും നോമ്പിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലാത്ത സമയത്തൊന്നും അങ്ങനെ കഴിക്കൂല. പിന്നുള്ളതെന്താ, ബീഫ് ഉണ്ട്, ബീഫ് കറി വെക്കണം. പിന്നെ കൂടെ ചെറിയ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം. പിന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാന്. എന്തെന്നാന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഞാനും ഉമ്മയും ഉച്ചയ്ക്ക് 2:30 കിച്ചണിൽ കയറിയതാണ്. കുറച്ച് നേരത്തെ കയറിയാൽ തന്നെ ഇങ്ങനെ നമുക്ക് പതിയെ ചെയ്യാമല്ലോ. മറ്റ് അസറൊക്കെ നിസ്കരിച്ചിട്ട് അതിന് ആദ്യമൊക്കെ കയറൽ കിച്ചണിൽ. അപ്പോൾ നമുക്ക് സ്പീഡിലെല്ലാം ചെയ്ത് തീർക്കണം. അപ്പം അത് നടക്കൂല. അപ്പം ബാങ്ക് വിളിക്കാൻ നേരത്തെ ഒരു എന്താ പറയുക, ഒരു ജഗ്ഗ പുകയ്ക്കും, ഒന്നൊരു സ്വസ്ഥത ഉണ്ടാവില്ല. അങ്ങനെ ഒന്ന് നേരത്തെ ഞാൻ ഉമ്മയും കയറിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ. അപ്പോൾ ഉമ്മ ബീഫൊക്കെ ചെറുതാക്കി കട്ട് ചെയ്യാണ്. പിന്നെ ദുആ അറിയാലോ, ഇന്നെന്താ ഉറങ്ങിയില്ല കേട്ടോ ഉച്ചയ്ക്ക്. സാധാരണ 1 മണി 2 മണിക്കൊക്കെ നല്ല ഉറക്കമുണ്ടാവലുണ്ട്. ഇന്നെന്താ അറിയില്ല, ഉറങ്ങിയില്ല, ഉറക്കിയിട്ട് ഉറങ്ങണമില്ല. അപ്പം നിലത്തിരുത്തിയപ്പോൾ പിന്നെ അതാ കറി വെക്കാനുള്ള പച്ചക്കായൊക്കെ ഒഴിച്ചിട്ട് കളിക്കുകയാണ് ആൾ. പിന്നെ ഞാൻ കറിയിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബീഫ് കറിയാണല്ലോ വെക്കുന്നത്, അപ്പോൾ ഡയറക്റ്റ് കുക്കറിലേക്ക് തന്നെ ഒക്കെ കട്ട് ചെയ്തിടുകയാണ്. പിന്നെ പത്തിരിക്ക് മാത്രമുള്ള കറി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അത്താഴത്തിലേക്കുള്ള കറിയൊന്നും ഇപ്പോൾ വെക്കുന്നില്ല, അത് മീൻ കറിയാണ് വെക്കുന്നത്. രാവിലെ ബീഫ് കറി ഒന്ന് കൂട്ടി കഴിക്കാൻ എനിക്കും ഇഷ്ടമില്ല, അമ്മക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് പാപ്പക്ക് എന്തായാലും മീനും വേണം, മീൻ കറി വേണം, മീൻ പൊരിച്ച് അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പം പൊലച്ചക്കിലേക്ക് എന്തായാലും അതാണ്. അങ്ങനെ ബീഫൊക്കെ കട്ട് ചെയ്ത് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തൊക്കെ ഇട്ട് കുക്കറിൽ മസാലപ്പൊടികളൊക്കെ ഇടുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതാ മീറ്റ് മസാല, പിന്നെ ഗരം മസാല. മീറ്റ് മസാലയൊക്കെ ഇന്നലെ കൊണ്ടുവന്നതിന് അപ്പോൾ ഞാൻ ബോട്ടിലാക്കാൻ മറന്ന്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതൊക്കെ ബോട്ടിലാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചത്. പിന്നെ ലാസ്റ്റായിട്ട് ഉപ്പിട്ട് കറിവേപ്പില, വെളിച്ചെണ്ണ അതൊക്കെ ഇട്ടിട്ട്, അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ ബീഫ് കറി കൂടുതൽ വെക്കുമ്പോൾ ഇങ്ങനെ ആണ് വെക്കൽ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ലതാണ് തിരുമ്മണം കേട്ടോ. നല്ല ടേസ്റ്റ് കൂടും നമുക്ക് ബീഫ് കറിക്ക്. എത്രത്തോളം നമ്മൾ തിരുമ്മണോ അത്രത്തോളം ടേസ്റ്റ് കറിക്ക് കൂടും കേട്ടോ. അങ്ങനെ അത് ഞാൻ കുക്കറിൽ ദീമിൽ വെച്ച് ഈസി കുക്കുമിൽ വെച്ച് പിന്നെ അത് ആ ദുആനെ പോയി നോക്കിയതായി ജസ്റ്റ്. അപ്പോൾ പപ്പായിട്ട് നല്ല കളിയാണ് കേട്ടോ. കാരണം കൂടെ ആൾക്ക് ബുക്കൊക്കെ കിട്ടിയാൽ അപ്പോൾ അത് തുറന്ന് നോക്കി പീസാക്കണം, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ കുറച്ച് നേരം പിന്നെ ഓളൊക്കെ കളിപ്പിച്ച് അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും കിച്ചണിൽ വന്നപ്പോഴേക്ക് ബീഫൊക്കെ കുക്കായി വന്നിട്ടുണ്ടായിന്. അപ്പോഴേക്കും ഉമ്മ അതൊക്കെ വറവിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, സ്നാക്സ്. അപ്പോൾ അതിന് ചോപ്പറിലിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ആക്കി
അപ്പം ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഓയിലൊഴിച്ചു, ഉള്ളിയിട്ടു വാട്ടുകയാണ്. പിന്നെ കട്ട്ലേറ്റ് ഓരോ രീതിക്കായിരിക്കും ഓരോരുത്തർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ തന്നെ ആയിക്കില്ല ഉണ്ടാക്കൽ. ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. കട്ട്ലേറ്റ് ഞാൻ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കലുണ്ട്. കട്ട്ലേറ്റ് പിന്നെ എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ മുത്തൊന്ന് നോമ്പെടുത്തിക്കുന്നല്ല, അപ്പോൾ ഓന് ഇഷ്ടം കട്ട്ലേറ്റാണ്. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാൽ മതി പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കട്ട്ലേറ്റ് തന്നെ സ്നാക്സ് ആക്കി. പിന്നെ ഞാൻ സമൂസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഷീറ്റ് വാങ്ങിയില്ലേ, മറന്നു. ഉള്ളിയൊക്കെ വാട്ടി വന്നിട്ടുണ്ട്. ഇനി കുക്കറിൽ പൊട്ടറ്റോ വെച്ചിട്ടാണ്, അതൊന്ന് കുക്കായി വന്നിട്ട് അത് ഒഴിച്ചതിലിടണം കേട്ടോ. പിന്നെന്താ, പിന്നെ ചിക്കന് മസാല വെട്ടിയിട്ട് കുക്കറിൽ തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ട് മിക്സിൻ്റെ ജാറ് വെച്ചിട്ട് അടിച്ചെടുക്കണം. അതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി അവിടെ വാട്ടി വെച്ചിട്ട് പൊട്ടറ്റോ ഒക്കെ കുക്കായി വന്ന് പിന്നെ അതിന് ശേഷം ഞാൻ അതിലേക്കുള്ള ചിക്കനില്ലേ അത് കുക്കറിലൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഉമ്മ പത്തിരി ഞാൻ വാട്ടി വെച്ചിട്ടുണ്ടല്ലോ, ചൂടൊക്കെ അറിയതിന് ശേഷം ഉമ്മ പരത്താറിനപ്പോൾ പിന്നെ ഞാനൊക്കെ ബോളാക്കി കൊടുത്ത്. ഞാനിങ്ങനെ ബോളാക്കി കൊടുക്കുമ്പോൾ ഉമ്മക്ക് ശരിയാവില്ല കേട്ടോ. ഉമ്മ ബോളാക്കാതെ അതിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യൽ. അപ്പോൾ ഉമ്മക്കത് ശരിയാവില്ല, അതിങ്ങനെ പറയുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ തൊലി മാറ്റിയൊക്കെ ഒന്ന് ഒടിച്ച് അതിലിട്ട് ചിക്കനൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അതിലിട്ട് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് മാറ്റി മസാല റെഡിയാക്കി വെച്ചിട്ടോ. ഞാൻ അതിൻ്റെ കൂട്ടുകളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, അതായത് മസാല ഇടണോ ഒക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. പിന്നെ എരിവൊന്നും അധികം ഇടുന്നില്ല, പച്ചമുളകൊന്നും ഇട്ടില്ല കേട്ടോ. മിനക്കും മുത്തിനൊന്നും എരിവ് അധികം ഇഷ്ടമല്ല, വേഗം മുളകൊക്കെ കടിച്ചു പോകും. അപ്പോൾ ഞാൻ മുളകൊക്കെ ഒഴിവാക്കിയതാണ്. പിന്നെ എന്താ പറയുക, കുരുമുളക് കുറച്ചൊക്കെ ഇട്ടില്ല. എരിവിന് കൂടുതലൊക്കെ വേണ്ടിയവരാണെങ്കിൽ ഇടാലോ. കുഞ്ഞുങ്ങളായതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഇട്ടില്ല, അവർക്ക് എരിവ് പറ്റാത്തതുകൊണ്ട്. അപ്പം അതൊക്കെ സെറ്റാക്കി ഞാനിനി ഫ്രൈ ചെയ്യാൻ പോവാണ്. ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ അതിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞ് വത്തക്ക വേണമെന്ന് പറഞ്ഞ്. ഞാൻ വത്തക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുവരണണ്ടപ്പോൾ പിന്നെ അത് അപ്പം തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് പീസൊക്കെ കൊടുത്ത്. മുത്ത് പിന്നെ നോമ്പെടുത്തത് കൊണ്ട് നമ്മൾ വീട്ടിലാരും നോമ്പെടുത്താൽ പിന്നെ എന്താ പറയുക, വീട്ടിലങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ തലേന്നത്തോ എങ്ങനെയൊക്കെ കുടിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓള് പറയും എനിക്ക് പിന്നെയും വിശക്കുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ വേഗം വത്തക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഒരുവിധ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഓള് ഉറക്കി. അങ്ങനെ ഓളൊരു വിധമാക്കി. ഇനി അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അങ്ങനെയൊക്കെ അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഞാനിനി നോമ്പ് തുറക്കാൻ നേരത്തുള്ള കുറച്ച് വിശേഷങ്ങളോട് കാണിക്കാം. അങ്ങനെ ദുആന ഉറക്കി അസറൊക്കെ സ്കെച്ച് പിന്നെ വന്ന് ചായയൊക്കെ കാച്ചി വെച്ച്. അപ്പം ബാങ്ക് വിളിക്കാൻ ഏകദേശം സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ ടേബിൾ മേൽ പ്ലേറ്റും കാര്യമൊക്കെ ഫുഡൊക്കെ നിരത്തി വെച്ച് ഉണ്ടാക്കി. വിഭവങ്ങൾ പറഞ്ഞാൽ വലുതായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, നമുക്ക് കഴിക്കാൻ മാത്രമല്ല കുറച്ച് ഫുഡൊക്കെ ആട്ടോട്ടൊന്നും ഉണ്ടാക്കി. പത്തൊക്കെ ഇങ്ങനെ പാലൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് കസ്കസൊക്കെ ഇട്ടിട്ട് അതായിട്ടുണ്ടാക്കി. ജ്യൂസാക്കി എടുത്തില്ല. പിന്നെന്താ, ബീഫ് കറി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, പത്തിരി അങ്ങനെയല്ലോ. പിന്നെ ഞാൻ പൂളക്കറി ഞാൻ കാണിച്ചോ ഇതിൽ ഈ ഒരു മഞ്ഞ കളറില്ലേ, അതാണ് കേട്ടോ പൂളക്കറി. അത് ഞങ്ങൾ എല്ലാ നോമ്പിനും ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ നോമ്പ് തുറക്കുമ്പം ഓൾക്ക് ഇങ്ങനെ കൂടെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മുത്ത് വയറൊക്കെ നോക്കുക, എൻ്റെ വയറൊക്കെ താന്ന് ചമ്മിയായി കിടക്കണ് വിശക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ കട്ട് ചെയ്യണമൊക്കെ പറഞ്ഞിട്ട് എന്നോട് വിട്ടു. ഏതായാലും ഇവിടെ കിടക്കട്ടെ, നല്ല രസമാണല്ലോ കാണാൻ. പിന്നെ
അപ്പോൾ കാത്തിരിക്കുകയാണ് ബാങ്ക് വിളിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതായാലും ബാങ്ക് വിളിച്ച് അൽഹംദുലില്ലാ അങ്ങനെ ഒന്നാമത്തെ നോമ്പ് നമ്മളെല്ലാവരും തുറന്നിട്ടോ. പിന്നെന്താ, പിന്നെ വേഗം നിസ്കരിച്ച് വന്നിട്ട് സാധാരണ ഭക്ഷണമൊക്കെ കഴിക്കൽ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓലെ കൂടെ ഇരുന്നിട്ട് ബാങ്ക് വിളിച്ചപ്പോൾ വേഗം ജ്യൂസും കാര്യമൊക്കെ ഒന്ന് കുടിച്ച്. ഇപ്രാവശ്യം എല്ലാം ഒന്നിച്ച് തന്നെ കേട്ടോ കഴിക്കുന്നത്. മുത്ത് നോമ്പെടുത്തതും കൊണ്ട് ഓൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിച്ച് കഴിക്കണമെന്ന്. ഞാൻ വിചാരിച്ചു മരുവ നിസ്കരിച്ചിട്ട് വന്നിട്ട് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന്. പക്ഷേ സമ്മതിച്ചില്ല. പിന്നെ ഓല ആദ്യമായിട്ട് നോമ്പെടുത്തല്ലേ. കഴിഞ്ഞ വർഷമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഈ വർഷത്ത് ആദ്യത്തെ നോമ്പല്ലേ. അപ്പോൾ പിന്നെ ഓ പറഞ്ഞ പോലെ നിന്ന്. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ കഴിക്കുന്ന ഒരു ജഗബോഗ് തന്നെയായിരുന്നു. അങ്ങനെ ഏതായാലും നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വന്നേക്കും. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.